കേരളത്തിൽ നിന്ന് ധാരാളം എംപിമാർ 20 ലോക്സഭാംഗങ്ങളും അതേപോലെ കുറെ രാജ്യസഭാംഗങ്ങളും ഒക്കെ ഇവിടുന്ന് പോയിട്ടും രാജ്യസഭയിലോ ലോക്സഭയിലോ ഒക്കെ ശോഭിക്കാൻ കഴിയാതെ പോയ എത്രയോ ആളുകളുണ്ട്. പ്രേമേന്ദ്രൻ അദ്ദേഹത്തിന്റെ പാർട്ടി കിട്ടുന്ന ഷെയർ എന്ന് പറയും, സംസാരിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും അത് വെച്ചുകൊണ്ട് പോലും ലോക്സഭയിൽ തിളങ്ങിയിട്ടുള്ള ആളാണ്. പലപ്പോഴും വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളയാളാണ്. ആ ഒരു നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ രൂക്ഷമായിട്ട് കേരളത്തിലെ CPM-നെതിരെ, പ്രത്യേകിച്ച് പിണറായിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നയാളാണ്. പലതും ആരോപിക്കുന്ന പോലെ BJP-ക്ക് വേണ്ട ലീഡിംഗ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നയാളാണ് പ്രേമേന്ദ്രൻ എന്നുള്ളൊരു ആരോപണം അത് പലരും പറയാറുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ പോലും പ്രേമേന്ദ്രന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം സർക്കാരിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങൾ ചോദ്യമായിട്ട് ഉന്നയിക്കാൻ പ്രേമേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കുറെ കാര്യങ്ങൾ, സംസ്ഥാന സർക്കാരിനുള്ള കടമെടുപ്പ്, സർക്കാരിന് സാമ്പത്തികാവസ്ഥ, സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പ്രേമേന്ദ്രൻ ലോക്സഭയിൽ ഉന്നയിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു MP ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറേണ്ടതാണ്. പക്ഷെ പ്രേമേന്ദ്രൻ ഉന്നയിക്കുകയും നിർമ്മലാ സീതാരാമൻ ഇതിന് മറുപടി പറയുകയും ചെയ്യുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ കൊട്ടായിട്ട് മാറാറുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ സംസാരത്തെ ഇത് ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാറുള്ളത്. എന്തായാലും ആ പ്രേമേന്ദ്രൻ ആണ് ഇപ്പോഴും ഈ തവണയും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിക്കുന്നത്. അദ്ദേഹം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിനെതിരെ പല സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ട് വിജയിക്കാൻ പറ്റാതെ പോയ പ്രസ്ഥാനമാണ് CPM LDF. ഇത്തവണ പല പരീക്ഷണങ്ങളും അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഒടുവിൽ അവർ കണ്ടെത്തിയിട്ടുള്ളത് സിനിമാ നടൻ കൂടിയായിട്ടുള്ള കൊല്ലത്തെ MLA മുകേഷിനെയാണ്. മുകേഷിനെ കൊല്ലത്തുകാരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നാടക സംവിധായകനായിട്ടുള്ള, നാടകകൃത്തായിട്ടുള്ള മാധവന്റെ മകൻ എന്ന നിലയിൽ ഈ മുകേഷ് തന്നെ ഒരു നല്ല നാടക നടനും സിനിമാ നടനുമാണ്. ഈ രീതിയിലൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. നാട്ടുകാർക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ്. സിനിമാ നടൻ എന്ന നിലയിലും MLA എന്ന നിലയിലും ഒക്കെയുള്ള മുകേഷിന്റെ സ്വാധീനം, CPM-ന്റെ ശക്തി, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് പ്രേമേന്ദ്രനെതിരെ ശക്തമായ നീക്കം നടത്താം. ഇത്തവണ പ്രേമേന്ദ്രന്റെ ഈ ആധിപത്യം ഇല്ലാതാക്കാം എന്നുള്ള വിശ്വാസമാണ് CPM-നുള്ളത്. മറ്റ് പല നേതാക്കന്മാരെ അവർ പരീക്ഷിച്ചു നോക്കിയിരുന്നു, അവർ പരിഗണിച്ചു നോക്കിയിരുന്നു. പക്ഷെ അവർക്കൊന്നും പ്രേമേന്ദ്രന്റെ ഈ ഒരു വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ, അദ്ദേഹം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഇമേജിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ആയിട്ടുള്ള മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇനി നമ്മൾ നോക്കേണ്ട ഈ തവണ ആർക്കായിരിക്കാം മുൻതൂക്കം. കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇടതുപക്ഷം കുറേ കാലമായിട്ട് ശക്തമായിട്ട് നിലനിർത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ ആളുകളായി തന്നെയാണ് പലപ്പോഴും ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ജയിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ചു കാലമായിട്ട് UDF-ന്റെ കയ്യിൽ ഭദ്രമാണ്. UDF-ന്റെ എന്ന് പറഞ്ഞുകൂടാ, പ്രേമേന്ദ്രന്റെ കയ്യിൽ ഭദ്രമാണ്. അതിനെ അട്ടിമറിക്കാൻ എന്തായിരിക്കാം LDF-നെ സഹായിക്കുക? അവർ കരുതുന്ന പോലെ MLA എന്ന നിലയിലുള്ള മുകേഷിന്റെ പ്രവർത്തനങ്ങൾ അത് അത്രമാത്രം വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യത കുറവാണ്. നടൻ എന്ന നിലയിലുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം കൂടി ഒരു പക്ഷേ ചെറിയ സ്വാധീനമൊക്കെ ചെലുത്താം. പക്ഷേ ഏറ്റുമുട്ടേണ്ടത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പോരാണ്. അവിടെ ഐഡിയോളജിയാണ്. ആ പോരാട്ടം ഒരു ഭാഗത്തുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഈ അടുത്ത കാലത്ത് പ്രേമേന്ദ്രനെതിരെ ഉയർന്ന ചില ആരോപണങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില ആളുകളുടെ മനസ്സിൽ ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപക്ഷത്തുള്ള ആളുകളെ സ്വന്തം പക്ഷത്തേക്ക് ആകർഷിക്കാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറച്ച് MP-മാരെ അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നാണ് പറയുന്നത്. എല്ലാ MP-മാരെയും ക്ഷണിച്ചിട്ടില്ല, എല്ലാ പ്രതിപക്ഷ MP-മാരെയും ക്ഷണിച്ചിട്ടില്ല. വളരെ കുറച്ചാൾ, ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാവുന്നത്ര ആളുകൾ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വന്നിട്ടുള്ളത്. അതിനെന്താണ് ന്യായീകരണം, അതിനെന്താണ് ക്രൈറ്റീരിയ എന്നൊരു ചോദ്യമുണ്ട്. അത് ആർക്കും അറിയില്ല. ഇനി പ്രധാനമന്ത്രി അങ്ങനെ വിളിച്ചു, ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയത്തെ വെറുക്കുന്ന ആളാണ്, അതുകൊണ്ട് വരില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രേമേന്ദ്രൻ അതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ പോകില്ല എന്ന് പറയേണ്ട കാര്യം എന്താണുള്ളത്? പോയി. ഞാൻ പാർട്ടി മാറിയിട്ടില്ലല്ലോ. പക്ഷേ ഒരു ചോദ്യം അതിനിടയിൽ ഉയർന്നു വരുന്നത്, ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്, അവിടെ പോയതിനു ശേഷം പ്രേമേന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. വളരെ മാന്യമായിട്ട്, വളരെ സൗഹാർദ്ദപരമായിട്ട് ഞങ്ങളോട് പെരുമാറി നരേന്ദ്രമോദി എന്ന് അദ്ദേഹം എൻഡോസ് ചെയ്യുകയാണ്, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതൊരു സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് അത് വിവാദമൊക്കെ ആയ സമയത്തും പ്രേമേന്ദ്രൻ ഇങ്ങനെ ചില ന്യായീകരണങ്ങളോടെയാണ് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് വാർത്തകളിലൂടെയൊക്കെ അറിയാൻ പറ്റിയതുപോലെ പ്രധാനമന്ത്രി റെയിൽവേ പദ്ധതികൾ ഇങ്ങനെ നാടുനീളെ പ്രഖ്യാപിച്ചു
പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൊല്ലത്ത് നടത്തുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു വികസന പരിപാടി അത് അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആ ചടങ്ങിൽ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം അതും ഒരു തരത്തിൽ മോദി സ്തുതിയായി എന്നാണ് എതിരാളികളുടെ ആരോപണം. വെറും ആരോപണമല്ല, അദ്ദേഹം സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനാണ് നരേന്ദ്രമോദി ഇങ്ങനെ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ടാണുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയ മൈലേജിന് വേണ്ടി തന്നെയാണ്. അപ്പോ കൊല്ലത്ത് ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാള്, BJP വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന ഒരാള്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ഒരാള് എന്താണ് ചെയ്യേണ്ടത്? അത് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. പക്ഷെ പ്രേമേന്ദ്രൻ എന്നവിടെ പറഞ്ഞതും നരേന്ദ്രമോദി ഒരു ഉറപ്പ് നൽകിയാൽ അത് നടക്കുമെന്നാണ് പുതിയ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള സംസാരം. അതങ്ങനെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോഴേക്ക് ഈ പദ്ധതി ഒന്നും ആവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പദ്ധതിക്ക് എല്ലാ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞ് അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയിട്ട് പദ്ധതി നടപ്പാവണം. അപ്പോൾ ഈ സർക്കാർ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള വിശ്വാസം BJP-ക്കാർക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്നൊക്കെ വിശ്വസിക്കാം. ഇനി അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും പ്രേമേന്ദ്രനെ പോലുള്ള ഒരാള് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് കച്ചകെട്ടി നിൽക്കുന്ന ഒരാൾ അങ്ങനെ പറയാമോ എന്നുള്ള ചോദ്യമുണ്ട്. സത്യത്തിൽ പ്രേമേന്ദ്രൻ നേരിടുന്ന പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിരുന്നിന് പോയതല്ല, വിരുന്നിന് പോയിട്ട് സംസാരിച്ച കാര്യം. രണ്ടാമത്തേത്, ഈ പരിപാടിയിൽ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തതല്ല, അവിടെ അദ്ദേഹം നടത്തിയ പ്രതികരണം. ഈ രണ്ട് കാര്യങ്ങൾ എത്ര തന്ത്രപരമായിട്ട് പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനവർക്ക് കിട്ടാവുന്ന ഒരു ആയുധമായിട്ട് അന്ന് പ്രേമേന്ദ്രനോടൊപ്പം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ള മറ്റൊരു പാർട്ടിയുടെ നേതാവ് പിറ്റേ ദിവസം തന്നെ BJP-യിലേക്ക് കാലുമാറിയ ഒരു സംഭവം കൂടിയുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോരാട്ടം പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമില്ല. അതാരൊക്കെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം തൻ്റെതായിട്ട് തട്ടകം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ തട്ടകമല്ല, UDF-ന്റെ തട്ടകമല്ല, സ്വന്തം നിലയിൽ വലിയ തട്ടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തട്ടകത്തിൽ പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എളുപ്പമല്ല. പക്ഷേ പുതിയ ചില കാര്യങ്ങൾ ആ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്രമാത്രം എത്തും, ആ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കൊല്ലത്തെ ഒരു മാറ്റം. ഇപ്പോഴും പ്രേമേന്ദ്രനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് എന്ന് രാഷ്ട്രീയ രംഗത്ത്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് CPM-കാർ പറയുമ്പോഴും അത് അത്ര എളുപ്പമാകുമോ അല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പാകെ ഉണ്ട്. അത് നടന്നു കെട്ടിയാൽ ഒരു വലിയ നേട്ടം, ഗംഭീരമായൊരു നേട്ടമായിരിക്കും LDF-ന് കിട്ടുക. അതിനവർക്ക് കഴിയുമോ എന്നൊരു ആശങ്കയോടുകൂടിയുള്ള ചോദ്യം ഉന്നയിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചെയ്യാൻ പറ്റുക.